എറണാകുളം ജില്ലാ പഞ്ചായത്ത് കടമക്കുടി ഡിവിഷനിൽ UDFന് അനായാസ വിജയം പ്രതീക്ഷിച്ച ഡിവിഷനിൽ LDFും NDയും തമ്മിലാണ് ഇനി മത്സരം. UDF സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രിക തള്ളിപ്പോയ സാഹചര്യത്തിൽ അസാധു വോട്ട് ചെയ്യാൻ UDFൽ ആലോചനയുണ്ട്. കൊച്ചിയിലെത്തി ഏറ്റവും മനോഹരമായ സ്ഥലം ഏതെന്ന് ചോദിച്ചാൽ ആരും നിസ്സംശയം പറയും കടമക്കുടിയെന്ന്. ആ കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അത്രമാത്രം മനോഹരമാണ് കടമക്കുടി. ഈ തെരഞ്ഞെടുപ്പ് കാലത്തും കടമക്കുടിയുടെ പേരും രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്തു. UDFന് മേൽക്കൈയുള്ള ഇടം. ആത്മവിശ്വാസം അതിരുകടന്നതോടെ സിറ്റിംഗ് സീറ്റിൽ അടിപതറി. കടമക്കുടി ഡിവിഷൻ UDF സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളിയതിനെതിരെ നൽകിയ ഹർജി ഹൈക്കോടതിയും തള്ളി. LC ജോർജിനെ സംബന്ധിച്ച് UDFനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ്. നിലവിലെ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും വിജയിച്ചാൽ പ്രസിഡന്റുമാകാനിടയുള്ള സ്ഥാനാർത്ഥിയായിരുന്നു UDFലെ അഡ്വക്കേറ്റ് LC ജോർജ്. പ്രചരണം ആരംഭിച്ചതിനു പിന്നാലെ പത്രിക തള്ളിയത് UDFന് കനത്ത പ്രഹരമായി. കടമക്കുടി പഞ്ചായത്ത് പ്രസിഡന്റ് മേരി വിൻസെന്റ് ആണ് LDF സ്ഥാനാർത്ഥി. നമുക്ക് കുറച്ചുകൂടി എളുപ്പമായിപ്പോ. എന്നിരുന്നാലും നമ്മൾ മത്സര രംഗത്ത് തന്നെയുണ്ട്. LC ചേച്ചിയുമായി പറയുകയാണെങ്കിൽ ഞങ്ങൾ ഭയങ്കര ആത്മസുഹൃത്തുക്കൾ തന്നെ ആയിരുന്നു. അത്രയ്ക്ക് സീനിയോറിറ്റി ഉള്ള ഒരു ചേച്ചിക്ക് അങ്ങനെ സംഭവിച്ചു പോയാൽ നമുക്ക് വിഷമമുണ്ട്. അത് പാർട്ടിയുടെ ഒരു ഉത്തരവാദിത്തക്കുറവും കൂടി ഉണ്ട്. അതിൽ കാര്യമായ സ്വാധീനമുള്ള മേഖലയിലെങ്കിലും കടമക്കുടി കൈപ്പിടിയിൽ ഒതുക്കാമെന്ന കണക്കുകൂട്ടലിലാണ് NDA. സ്ഥാനാർത്ഥി രചന പ്രതാപനും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. നിലവിലെ UDFന്റെ സിറ്റിംഗ് സീറ്റാണ് അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ മത്സരാർത്ഥികളായിട്ട് BJPയും LDFും മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ഞങ്ങൾക്ക് ഗുണം ചെയ്യാൻ തന്നെയാണ് നല്ലൊരു വിശ്വാസവും പ്രതീക്ഷയും നൽകുന്നത്. ഞങ്ങൾക്ക് തീരദേശ പരിപാലന നിയമം, അതിന്റെ പേരിലുള്ള നിയന്ത്രണങ്ങൾ, ടൂറിസം, അടിസ്ഥാന സൗകര്യ വികസനം തുടങ്ങിയവ കടമക്കുടിയിൽ തെരഞ്ഞെടുപ്പ് ചർച്ചയാകുമ്പോൾ കളം പിടിക്കാനുള്ള മുന്നൊരുക്കത്തിലാണ് മുന്നണികൾ. സ്ഥാനാർത്ഥിയില്ലാത്ത സാഹചര്യത്തിൽ അസാധു വോട്ടിന് ആഹ്വാനം ചെയ്യാനാണ് നിലവിൽ UDFലെ ആലോചന. ജാഗ്രത കുറവുണ്ടായെന്ന സ്വയം വിമർശനവും കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്. കൊച്ചി കടമക്കുടിയിൽ നിന്ന് സഞ്ജു പുറ്റമലിനൊപ്പം സിജോ വർഗീസ്, മീഡിയ 1.